അപ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന വിദേശികളും സ്വദേശികളുമായിട്ടുള്ള നിരവധി ആൾക്കാർ ഈ ഒരു കോമ്പറ്റീഷൻ കാണുന്നതിനും പങ്കെടുക്കുന്നതിനുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി പല കാറ്റഗറികളിലായിട്ട് ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പം 31-ാം തീയതിയാണ് ഇതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. അതിൽ വിജയികളാവുന്നവർക്ക് അനുമോദനങ്ങളും അതുപോലെ തന്നെ ഉപകാരങ്ങളുമൊക്കെ കേരള ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പലവിധ ആഘോഷ പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വർക്കലയെ ഒരു പ്രധാന ടൂറിസം ഹബ്ബായി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം വർക്കലയിൽ ഇതിനോടകം തന്നെ സർഫിംഗ് ധാരാളമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് അങ്ങനെയുള്ള അഡ്വഞ്ചർ സ്പോർട്സ് നമ്മുടെ സമീപത്തായ വർക്കലയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻസ് നടക്കുന്നത് ഇടവ വെറ്റക്കട മുക്കിന് സമീപമായിട്ടുള്ള ബീച്ച് സൈഡിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, വരൂ. സർഫിംഗ് എന്നത് ഒരു ജല കായിക വിനോദമാണ്. ഒരു സർഫ് ബോർഡിന്റെ സഹായത്തോടെ തിരമാലകളുടെ ഊർജത്തിനനുസരിച്ച് കരയിലേക്ക് ചലിക്കുന്ന ഒരു പ്രക്രിയയാണിത്. പോളിനേഷ്യയിൽ തുടക്കം കുറിച്ച ഈ ഒരു കായിക വിനോദം ഇന്ന് ലോകമെമ്പാടുമുള്ള അഡ്വഞ്ചർ സ്പോർട്സ് പ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സർഫിംഗ് ബോർഡിൽ തിരമാലകൾക്കൊപ്പം ഒഴുകി നടക്കുന്നതിന് കൃത്യമായ ട്രെയിനിങ്ങും ആവശ്യമാണ്. വിശാലമായ സമുദ്രത്തിൽ സർഫർമാർ അവരുടെ സർഫ് ബോർഡുകളിൽ എഴുന്നേറ്റു നിന്ന് കടൽ തീരത്തിന് ഏതാണ്ട് സമാന്തരമായി വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. കൂടുതലും മറ്റു സംസ്ഥാനക്കാരും വിദേശികളുമാണ് ഈ ഒരു കായിക വിനോദത്തിൽ കൂടുതലായി ഏർപ്പെടാറുള്ളത്. നമ്മുടെ കുട്ടികളെ വെള്ളത്തിൽ വിടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതിന് അധികം പ്രാചാരമില്ല.
എൻ്റെ പേര് ബിനു കുര്യാക്കോസ്. ഞാൻ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ CEO ആണ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും സർഫിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ വർക്കലയിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഈ തവണത്തെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ സവിശേഷത ഇതൊരു കോമ്പറ്റീഷൻ കൂടി ഉൾപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് മാസം 29, 30, 31 തീയതികളിൽ 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ സർഫിംഗ് കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, കേരളത്തെ പ്രധാനമായിട്ടൊരു സർഫിംഗ് ഡെസ്റ്റിനേഷനാക്കുക, അതിൽ വർക്കലയെ ഇതിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സർഫിംഗ് ഫെസ്റ്റിവൽ 2024 ഇവിടെ സംഘടിപ്പിക്കുന്നത്. വർക്കലയിലെ പ്രാദേശിക ലോക്കൽ സർഫിംഗ് കമ്മ്യൂണിറ്റിയുടെ സഹകരണത്തോടു കൂടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വർഷങ്ങളിലും ഈ പരിപാടി ഇനി സംഘടിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സർഫിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും വേൾഡ് സർഫിംഗ് അസോസിയേഷൻ്റെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം നമുക്കുണ്ട്. സർഫിങ്ങിൽ ഈ വർഷം ഇവിടെ നമ്മൾ 65 പാർട്ടിസിപ്പൻസാണ് പങ്കെടുക്കുന്നത്. അത് സർഫിങ്ങിൻ്റെ ലെവൽ 3 സർട്ടിഫിക്കറ്റ് വരെ ലഭിച്ചിട്ടുള്ളവരെ മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റൽ പോലീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണം എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷത്തെ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരും മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള സർഫിംഗ് അത്ലറ്റുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ജഡ്ജിയാണ് ഇതിൻ്റെ ഹെഡ് ജഡ്ജായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ സർഫിങ്ങിനും അതുപോലെ തന്നെ വർക്കലയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ സംഘടിപ്പിക്കുന്ന സർഫിംഗ് ഫെസ്റ്റിവലിൽ വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിക്കുന്നത്. കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് സർഫിംഗ് ഫെസ്റ്റിവലിനെയും വർക്കലയിലെ സർഫിങ്ങിനെയും മാറ്റി തീർക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു പ്രധാന ഒളിമ്പിക്സ് ഇനമായിട്ടുള്ള സർഫിങ്, അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സർഫിംഗ് ഫെസ്റ്റിവലിലോട്ടുള്ള സർഫിംഗ് ചാമ്പ്യന്മാരെ വളർത്തിയെടുക്കുക എന്നുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ് ഈ സർഫിംഗ് ഫെസ്റ്റിവലിന് വർക്കലയെ നമ്മൾ ആതിഥ്യമർപ്പിക്കുന്നത്.